കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം 1949 ജൂലൈ 1 സ്ഥാപിതമായത്. പ്രതിമകളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തിൻ്റെ പ്രാചീന നാമം സ്നാനന്തൂരപുരം എന്നാണ്. 1509 ചതുരശ്ര കിലോമീറ്ററാണ് തിരുവനന്തപുരത്തിൻ്റെ ജനസാന്ദ്രത. തിരുവനന്തപുരത്തിൽ ഒരു കോർപ്പറേഷനും 4 മുനിസിപ്പാലിറ്റിയും 6 താലൂക്കുകളും 11 ബ്ലോക്ക് പഞ്ചായത്തും 73 ഗ്രാമപഞ്ചായത്തും 14 നിയമസഭാ മണ്ഡലങ്ങളും 2 ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ബാലരാമപുരം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാലരാമപുരം. ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് ബാലരാമപുരം പണി കഴിപ്പിച്ചത്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ലയും എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. പ്രസിദ്ധമായ മേത്തൻ മണി സ്ഥിതി ചെയ്യുന്ന ഏത് കൊട്ടാരത്തിലാണ് എന്ന് ചോദിച്ചാൽ കുതിരമാളിക എന്നാണ് അതിനുള്ള ഉത്തരം. വിവാഹമോചനം കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ മൃഗശാല, ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, ആദ്യ വനിതാ കോളേജ്, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ മാനസിക രോഗി ആശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിതമായതും തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് സ്ഥാപിതമായത് 1943. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറി, ദൂരദർശൻ കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ DNA ബോർകോഡിംഗ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പുത്തൻതോപ്പിലാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ അക്വാറ്റിക് സമുച്ചയം പിരപ്പൻകോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ലിങ്ക് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കടയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കൗൺസിലിംഗ് ഉദ്ഘാടനം ചെയ്തത് നഗരം തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായ നഗരവും തിരുവനന്തപുരമാണ്. G20 ദക്ഷിണേന്ത്യ മതസൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരവും തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂരാണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടത്താണ്. ഇത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർവൽക്കരണ പഞ്ചായത്ത് വെള്ളനാടാണ്. ഇതും തിരുവനന്തപുരത്താണ് സ്ഥാപിതമായത്. തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശത്താണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 ഇത് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. മീൻമുട്ടി, കൊമ്പേക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളവും പൊന്മുടിയും വർക്കലയും സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറമാണ് വർക്കല കടപ്പുറം. ആഴിമല ബീച്ച് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. സ്വാതി തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ബയോമെട്രിക് പാർക്ക് അഗസ്തികൂടമാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നതും തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 22 KR നാരായണനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്.